വിധി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ ആകെ 10 പ്രതികളാണുള്ളത്. പ്രതികൾ എല്ലാവരും കോടതിയിൽ എത്തും. വിധി കേൾക്കാൻ അതിജീവിത എത്തില്ലെന്നാണ് വിവരം. സംഭവം നടന്ന 8 വർഷത്തിന് ശേഷമാണ് കേസിൽ കോടതി വിധി പറയുന്നത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ്, കാളിദാസ് അതുപോലെ വിനയാരാജും ചേരുന്നുണ്ട്. ആദ്യം രഞ്ജിലിലേക്കാണ് പോകുന്നത്. രഞ്ജിൽ, കേരളം കാത്തിരുന്ന ആ വിധിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. എപ്പോഴായിരിക്കും നടപടികൾ തുടങ്ങുക? എപ്പോഴായിരിക്കും വിധിയുടെ പൂർണ്ണ രൂപം പ്രതീക്ഷിക്കാനാകുന്നത്? കാർത്തു, രാവിലെ 11 മണിയോട് കൂടി തന്നെ ഈ ഒരു കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്നും കോടതിയിലേക്ക് പുറപ്പെട്ടതായുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ആലുവയിലെ വീട്ടിൽ നിന്നും ദിലീപിന്റെ സുഹൃത്തുക്കളും ഈ ഒരു കാറിൽ ഇറങ്ങിയതായി വിവരം ലഭിക്കുന്നുണ്ട്. എല്ലാ പ്രതികളോടും ഇന്ന് ഹാജരാകാൻ കോടതി അറിയിച്ചിട്ടുണ്ട്. 10 പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ വാദം കേൾക്കാൻ അതിജീവിത എത്തില്ല എന്നാണ് വിവരം. അതിജീവിത വീട്ടിലിരുന്ന് വാദം കേൾക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കോടതിയിലേക്ക് എത്തുന്നുണ്ടാവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് പ്രതികളെല്ലാം തന്നെ കോടതിയിലേക്ക് എത്തും. കോടതി 11 മണിക്ക് കൂടുന്ന സമയത്ത് തന്നെ കേസ് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ കേസായി തന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ഈ ഒരു കേസിൽ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് അറിയാൻ സാധിക്കും. നമുക്കറിയാം 2017 ഫെബ്രുവരി 17 നടന്ന ഒരു ആക്രമണത്തിൽ 7.5 വർഷത്തെ അല്ലെങ്കിൽ 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് വിധി വരികയാണ്. പ്രതികളെല്ലാം കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് കോടതി വിധി പറയും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. അവിടെ ഒട്ടനവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഈ ഒരു കേസ് അത്രയും കേരളമൊത്തല്ല രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തൊരു കേസ് ആയതുകൊണ്ട് തന്നെ, അത്രയും ക്രൂഷ്യലായ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ആളുകൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കോടതിയിലേക്ക് കേസ് അറിഞ്ഞ് കോടതിയിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോടതി പരിസരത്ത് ഒട്ടാകെ പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ മൊത്തം 10 പ്രതികളാണുള്ളത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കേസിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതികളാണ്. അവർക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ആക്രമണം തുടങ്ങിയ കേസുകളിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്കാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജേഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവരും പൾസർ സുനിയുമാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ള പ്രതിപട്ടികയിലുള്ളത്. അതിൽ ചാർലി തോമസ് എന്ന 7ാം പ്രതി ഇവരെ സഹായിച്ചു, അതായത് ഇവരെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കേസിനും, അതുപോലെ തന്നെ സനൽകുമാർ എന്ന് പറയുന്ന 9ാം പ്രതി ഇവർ ജയിലിൽ കഴിയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതിയാണ്. അങ്ങനെ 9 പേരും, അതുപോലെ തന്നെ ദിലീപിനെ 8ാം പ്രതിയാക്കിയിട്ടും ഗൂഢാലോചനയ്ക്ക് ദിലീപിനെതിരെയും കേസ്, അതേപോലത്തെ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെതിരെയുമാണ് കേസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 10 പ്രതികളാണ് നിലവിൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 10 പ്രതികളോടും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു കേസിന്റെ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ നീണ്ട ഒരു വിചാരണയ്ക്കൊടുവിലാണ്, അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിൽ ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. കേസ് ആദ്യം അന്വേഷിച്ച പെരുമ്പാവൂർ CI ബൈജു പൗലോസ് ഉൾപ്പെടെ നിരവധി പോലീസുകാരുടെ പ്രയത്നം, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഒരു ആക്രമണത്തിന്റെ യഥാർത്ഥ ചിത്രം തെളിയുന്നത്. തുടക്കത്തിൽ തന്നെ ദിലീപിന്റെ പേരുകൾ ഉയരുന്നുണ്ടായിരുന്നെങ്കിലും അതിൽ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ദിലീപിനെ നേരിട്ട് ബന്ധപ്പെടുത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ജയിലിൽ കിടക്കുന്ന സമയത്ത് ദിലീപുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് തെളിയിക്കുന്ന ഫോൺ രേഖകളും അതുപോലെ തന്നെ കത്തും കണ്ടെടുത്തതിന് പിന്നാലെയാണ് ദിലീപിനെ 8 മണിക്കൂർ നേരം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ദിലീപിനെയും കേസിൽ പ്രതിയാക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അത്തരത്തിലാണ് 8ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് നടന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണത്തിന്റെയും ഗൂഢാലോചനയും വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. കാരണം ഇതുവരെയും ഇത്തരത്തിലൊരു കേസ് അല്ലെങ്കിൽ അതുവരെയും ഇത്തരത്തിലൊരു കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാറിൽ ഒരു നടി ആക്രമിക്കപ്പെടുന്നു, അതും ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ കൊച്ചി നഗരത്തിൽ ഒരു നടി ആക്രമിക്കപ്പെടുന്നു, അതും ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു, എന്നിട്ട് അതും കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇതുവരെ കേട്ടുകളിവ് ഉണ്ടായിരുന്നില്ലാത്ത പോലുള്ള ഒരു ആക്രമണമായിരുന്നു അന്ന് അരങ്ങേറിയത്. ആ ആക്രമണത്തിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച നടൻ ദിലീപാണ് എന്ന വ്യക്തത വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇതിന്റെ ഒരു മുൻവൈരാഗ്യമാണ് ഇത്തരത്തിൽ ഇതിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
വന്നത്. അതിലേറെ നിർണായകമായത് മഞ്ജു വാര്യരുടെ മൊഴി തന്നെയാണ്. കാരണം കേസിന് അല്ലെങ്കിൽ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ ഈ ഒരു അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ ഐക്യദാർഢ്യ പരിപാടിയിൽ മഞ്ജു വാര്യർ നൽകിയ ഒരു മൊഴി, അല്ലെങ്കിൽ മഞ്ജു വാര്യർ സംസാരിക്കുമ്പോൾ പ്രതികരിച്ച ആ ഒരു സംഭവം അത് ദിലീപിനേറെ കുരുക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ജു വാര്യർ ഒരു പ്രതികരണം നടത്തുന്നു. അത് ഏറെ നിർണായകമായ ഒരു മൊഴി തന്നെയാണ്. അത്തരത്തിൽ ആ ഒരു കേസിൽ മഞ്ജു വാര്യരുടെ മൊഴിയും ഏറെ നിർണായകമാണ്. അങ്ങനെ നിരവധി പേരുടെ മൊഴികളും അതുപോലെ തന്നെ സാക്ഷി വിസ്താരത്തിനൊക്കെ ഒടുവിലാണ് ഈ ഒരു കേസിൽ അന്തിമ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു കേസ് പരിഗണിക്കുക അല്ലെങ്കിൽ കോടതി വിസ്താരം ആരംഭിച്ച സമയത്ത് തന്നെ 22 സാക്ഷികൾ കൂറുമാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നടൻ സിദ്ദിഖ്, ഭാമ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടക്കം ഇത്തരത്തിൽ ഈ ഒരു കേസ് വിസ്താരം ആരംഭിച്ച സമയത്ത് സാക്ഷി വിസ്താരത്തിൽ കൂറുമാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേസിൽ തിരിച്ചടിയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന അതിജീവിതയുടെ ഉറച്ച നിലപാടിൽ തന്നെയാണ് കേസ് മുന്നോട്ട് പോയത്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് WCC എടുത്ത തീരുമാനങ്ങളും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പോരാട്ടമായി തന്നെ ഇതിനെ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒറ്റക്കെട്ടായി തെളിയിക്കുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ കുറ്റക്കാരെല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ഇതുവരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ അന്തിമവിധി വരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു 7.5 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് കേസിൽ അന്തിമവിധി വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കുറച്ച് സമയം മുമ്പ്, അതായത് ഈ ഒരു കേസ് ഇന്ന് പരിഗണിക്കുമെന്ന വിവരം അറിഞ്ഞുടൻ തന്നെ ഉമാ തോമസ് MLA പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ പോയിരുന്നു. അപ്പോൾ ഉമാ തോമസ് MLA പറഞ്ഞൊരു കാര്യം, ഏറെ പ്രതീക്ഷയുണ്ട് ഈ ഒരു വിധിയിൽ ഒരു അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു യുവതിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ഒരു ആശങ്കയുമുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന്റെ ഭർത്താവ് PT തോമസിന്റെ ഇടപെടൽ ഏറെ നിർണായകമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. കാരണം PT തോമസിന്റെ ഇടപെടലിലൂടെയാണ് കേസിൽ പരാതി നൽകാൻ ഒരു അതിജീവിത തയ്യാറായത്. അതുകൊണ്ട് തന്നെ PT തോമസ് ആദ്യം മുതലേ ഈ ഒരു കേസിന് ഒപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കേസിലേറെ ഉമാ തോമസിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഉമാ തോമസ് ഈ ഒരു കേസിലേറെ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതും നിർണായകം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉമാ തോമസിന്റെ പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. കുറേ പേർ കേസിൽ കുറേ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതായത് കേസിൽ എന്തായാലും കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടുന്ന ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേസമയം പ്രമുഖർ രക്ഷപ്പെടുമോ എന്നൊരു ആശങ്കയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ഒരു കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. അപ്പോൾ എങ്ങനെയായിരിക്കും വിധി എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ചെറിയ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദിലീപിന് കുരുക്കായിട്ടുള്ള നിർണായകമായ മൊഴികൾ ഈ ഒരു കേസിലുണ്ട്. അത് ഒന്ന് മഞ്ജു വാര്യരുടെ മൊഴിയാണെങ്കിൽ മറ്റൊന്ന് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ്. ദിലീപിന്റെ വീട്ടിൽ നിന്നും പൾസർ സുനി ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും ദിലീപിന് കുരുക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു മെമ്മറി കാർഡ് പരിശോധിച്ചു, മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ പരിശോധിക്കണം, അല്ലെങ്കിൽ അത് മെമ്മറി കാർഡ് തുറന്നു നോക്കിയിട്ടുണ്ടെന്ന അതിജീവിതയുടെ ഹർജിയിൽ നടന്ന പരിശോധനയിൽ ഈ ഒരു മെമ്മറി കാർഡ് തുറന്നു നോക്കി എന്ന ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്നു. ആ ഒരു മെമ്മറി കാർഡ് പരിശോധിച്ച് അല്ലെങ്കിൽ അതിലെ ഒരു ഡാറ്റ ക്ലിയർ ചെയ്ത് ദിലീപിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിലൊരു IT വിദഗ്ധന്റെ സഹായത്തോടെയാണ് ഈ ഒരു സംഭവം ചെയ്തത് എന്നും അതിന് പിന്നിൽ ഒരു അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജഡ്ജി ആണ് എന്നുള്ള സംഭവം കൂടി പുറത്തു വന്നിരുന്നു. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ജില്ലാ ജഡ്ജിയെ സംശയത്തിൽ നിർത്തേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു കേസിലേറെ നിർണായകമായ സാഹചര്യമാണ്. അതിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വരാൻ പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. കാർത്തു, രഞ്ജിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉമാ തോമസ് അടക്കം പങ്കുവച്ച ഒരു ആശങ്ക നിലയ്ക്കുന്നുണ്ട്. ഈ കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ 261 സാക്ഷികളാണ് കേസിൽ ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ വിചാരണ പുരോഗമിക്കുന്തോറും ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ സാക്ഷി പറഞ്ഞവരൊക്കെ പിന്മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ പ്രമുഖരുമുണ്ട് എന്നത് തന്നെയാണ് ഏറെ നിർണായകം. 28 സാക്ഷികളാണ് വിചാരണയ്ക്കിടെ മൊഴി മാറ്റിയത്. അതിനാൽ തന്നെ ഈ പ്രമുഖർ മൊഴി മാറ്റിയത് വിധിയെ ബാധിക്കുമെന്ന സംശയം നിഴലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഏറെ നിർണായകമായ തെളിവുകൾ ഹാജരാക്കിയെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴും ഇത്തരത്തിൽ മൊഴി മാറ്റിയതും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യ തെളിവുകളുടെയൊക്കെ അഭാവത്തിൽ ദിലീപിന് ശിക്ഷയോ അല്ലെങ്കിൽ ദിലീപിൻ്റെ കുറ്റകൃത്യം തെളിയിക്കപ്പെടാതെ പോകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ഇത്തരത്തിൽ പ്രതികരണങ്ങളായി വരുന്നത്. ഉമാ തോമസ് പറഞ്ഞ പോലെ തന്നെ പ്രമുഖർ രക്ഷപ്പെടുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം വേണ്ട തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് പറയുന്നത്
ഇത്തരത്തിൽ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ട തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നത്തെ പ്രതികരണം. അവർ ഇത്തരത്തിൽ കോടതി വിധിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും പ്രതികരിക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു കേസിൽ എന്തായിരിക്കും വിധി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ എത്ര തരത്തിലുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് എന്തെങ്കിലും നേരിട്ട് പങ്കെടുത്തതിൽ പങ്കുണ്ട്. അവർക്ക് അത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ അതുപോലെ ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അത് അവർക്കെതിരെയുള്ള ഈ ഒരു കുറ്റം അതിൽ വേണ്ട തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 8ാം പ്രതിയുടെ അല്ലെങ്കിൽ ദിലീപിൻ്റെ പങ്ക് തെളിയിക്കുന്ന തെളിവുകളുടെ അഭാവത്തിൽ ഇനി ദിലീപിന് ശിക്ഷ ലഭിക്കാതെ പോകുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ മറ്റുള്ളവരൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അതൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമയം പ്രോസിക്യൂഷന് വിശ്വാസമുണ്ട്. കാരണം തങ്ങൾ വേണ്ട തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി വിധിയിൽ വിശ്വാസമുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണം. കാർത്തു, ശരിയാണ്. തീർച്ചും നിർണായകമായ ഒരു വിധിക്കായാണ് കേരളം കാത്തിരിക്കുന്നത്. ദിലീപ് അടക്കം 10 പ്രതികളും ഹാജരാകണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിലീപ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി പ്രതികളെല്ലാം കോടതിയിൽ ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? 8ാം പ്രതിയായ ദിലീപ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിലീപും സുഹൃത്തുക്കളും കാറിൽ പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു പ്രതികളും എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാകും. ഈ ഒരു 10 പ്രതികളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കേസ് പരിഗണിക്കുന്ന ആ ഒരു സമയത്ത് 11 മണിയോട് കൂടി തന്നെ എല്ലാ പ്രതികളും കോടതിയിൽ ഉണ്ടാകും. ആ ഒരു കോടതി പരിസരം മൊത്തം തന്നെ ഇപ്പോൾ പോലീസിൻ്റെ ഒരു കൺട്രോളിലാണ്. കോടതിയിലേക്കുള്ള രണ്ട് കവാടത്തിൽ, അതായത് പ്രധാന കവാടത്തിലും അതുപോലെ തന്നെ ബാക്ക് വഴിയുള്ള പുറകെ വശത്തുള്ള വഴിയിലും പോലീസ് ഇപ്പോൾ സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഉള്ളത്. എന്തായാലും എല്ലാ പ്രതികളും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കേസ് പരിഗണിക്കുന്നത് ഹണിയം വർഗീസ് എന്ന ജഡ്ജിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു കേസിൽ രഞ്ജിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കോടതി പരിസരത്ത് നിന്നും കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, നിർണായക വിധിക്കിനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എപ്പോഴേക്കായിരിക്കും നടപടിക്രമങ്ങൾ ആരംഭിക്കുക? ദിലീപ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതുതന്നെ മണിക്കൂറുകളിൽ നിമിഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് ഇതിൻ്റെ കോടതി നടപടിക്രമങ്ങൾ തുടങ്ങുക. ഏതായാലും 11:10 കൂടി അതിൻ്റെ കൃത്യമായ ഒരു ക്രമത്തിലേക്കൊക്കെ തന്നെ കടക്കും. 11:30 തന്നെ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിധി എന്തായാലും ഉണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവരുടെ ശിക്ഷാവിധിയെ സംബന്ധിച്ചുള്ളതുണ്ടാവുക. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശം ചിലപ്പോൾ വിധി മാറ്റുന്ന ശിക്ഷാവിധി സാഹചര്യത്തിൽ എന്തായാലും 11 മണിയോടുകൂടി തന്നെ കോടതി നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ തുടങ്ങും. ആദ്യം തന്നെ കേസ് തന്നെയാണ്. നമുക്ക് 2017 ഫെബ്രുവരി 17 രാത്രിയോടുകൂടി ഇത്തരത്തിലൊരു കേരളത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ രാജ്യത്തെ ഞെട്ടിച്ച ഒരു മാർട്ടിൻ വഴി, അതായത് ഇപ്പോൾ നിലവിലെ 2ാം പ്രതിയായ ഡ്രൈവറായിരുന്ന മാർട്ടിൻ വഴി 1ാം പ്രതിയിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ തന്നെ എത്തുന്നു. 3 ദിവസത്തിന് ശേഷം പിന്നീട് നാടകീയമായ രംഗങ്ങൾ കോടതിയിൽ നടക്കുന്നു. അറസ്റ്റ് അടക്കമുള്ള പൾസർ സുനിക്ക് കോടതിയിലേക്ക് കീഴടങ്ങാനെത്തിയ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള നടപടികൾ. ദിലീപ് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു, മൊഴിയെടുക്കാൻ വിളിക്കുന്നു. ദിലീപിൻ്റെ അറസ്റ്റ്, ദിലീപിൻ്റെ ജയിൽവാസം, അങ്ങനെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, കേരളം ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, മലയാള സിനിമയിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒരു സംഭവം കൂടിയാണ്. അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മലയാളത്തിൽ അത്തരത്തിലൊരു വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിരവധിയായി വർദ്ധിച്ചു വരുന്നു എന്നുള്ള തരത്തിലേക്കൊക്കെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നത്. സ്ത്രീകൾ, മലയാള സിനിമയിൽ
സിനിമയിലെ സ്ത്രീകൾ വലിയ രീതിയിൽ അമ്മ സംഘടനയ്ക്കെതിരെ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു, സ്വന്തമായ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു, സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള തരത്തിലേക്കൊക്കെ വേണം എന്നുള്ള തരത്തിലേക്കൊക്കെ നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നു. പിന്നീട് നടന്ന കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ കേസിൻ്റെ പല ഘട്ടത്തിലും വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്നും 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഹൈക്കോടതി നിർദ്ദേശമൊക്കെ തന്നെ പിന്നീട് വളരെയധികം താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്തൊക്കെ ഇത് വലിയ രീതിയിലൊരു കാലതാമസമൊക്കെ എടുത്തിരുന്നു. അതോടൊപ്പം ഹൈക്കോടതി ഈ ഒരു സെഷൻസ് കോടതിയിൽ മാത്രം ഒതുങ്ങാതെ ഹൈക്കോടതി, സുപ്രീം കോടതിയും ഈ കേസിനെ നിരവധി നടപടികൾ പോയി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ മെമ്മറി കാർഡിൻ്റെ അല്ലെങ്കിൽ ഈ ഹാഷ് വാല്യൂ മാറുന്നതിനെ സംബന്ധിച്ച് നൽകിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മെമ്മറി കാർഡ് പ്രതിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള തരത്തിൽ ദിലീപ് സമർപ്പിച്ച ഹർജിയും അത് സുപ്രീം കോടതിയിൽ വെച്ചതും സുപ്രീം കോടതിയുടെ നിർദ്ദേശവും ഒക്കെ തന്നെ ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു 8 വർഷ കാലയളവിൽ ഭയങ്കരമായി അത് നിരീക്ഷിച്ചതാണ്. എന്തായാലും വിനയുണ്ട് നമ്മളോടൊപ്പം. വിനയ, ഇപ്പോൾ 8 വർഷത്തെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ അതിജീവിതം നടത്തിയൊരു പോരാട്ടം, ആ പോരാട്ടത്തിന് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സമാപനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വിധി എന്നുള്ളത് കേരളം ഉറ്റുനോക്കുകയാണ്, മലയാള സിനിമാ ലോകം ഉറ്റുനോക്കുകയാണ്. മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ, വുമൺ ഇൻ സിനിമ കളക്റ്റീവ്, അവരൊക്കെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് അല്ലേ വിനയ? തീർച്ചയായും 8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം, നിയമ പോരാട്ടത്തിന് ആണിന്ന് സമാപനമാകുന്നത്. ഒരുപക്ഷെ ഇന്ന് കുറ്റക്കാരനാണോ എന്നായിരിക്കും കോടതി പറയുക. അതിനുശേഷമായിരിക്കും വിധിയുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും മലയാള സിനിമ മാത്രമല്ല, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസായി നടി ആക്രമിക്കപ്പെട്ട കേസ് മാറുന്നൊരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ അത്രത്തോളം വാദപ്രതിവാദങ്ങൾ, നിരവധിയായിട്ടുള്ള കൂറുമാറ്റങ്ങൾ നമ്മൾ ഈ കേസിൽ കണ്ടതാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ടായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വിധി എന്ന് പറയാൻ സാധിക്കും. ഇതിലൂടെയാണ് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം, ഈ കേസിലൂടെയാണ് പിന്നീട് സിനിമാ ലോകത്ത് നടക്കുന്ന എത്രത്തോളം നടികൾ ദുരനുഭവങ്ങൾ നേരിടുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് WCC എന്നൊരു സംഘടന രൂപീകരിക്കുന്നു. റിമ കല്ലിങ്കൽ, മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ WCC എന്നൊരു സംഘടന രൂപീകരിക്കുന്നത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ സിനിമയിലുണ്ടായ സിനിമ പേശയിലുണ്ടായ എത്രത്തോളമാണ് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പ്രമുഖ നവന്മാരടക്കം തന്നെ ഈ പ്രമുഖ നടിമാർക്ക് എതിരെ ഇറക്കേണ്ട ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഇത്തരത്തിലാണ് ഒരു സിനിമ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളടക്കം രൂപീകരിക്കുന്നതും ഇതുമൂലം തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നൊരു കേസായി പിന്നീട് ഇത് മാറുന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. തീർച്ചയായും നമ്മൾ പറയേണ്ടതാണ്, പെൺകരുത്തിൻ്റെ പോരാട്ടമാണ് കഴിഞ്ഞ 8 വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. കാളിദാസ്, ഇപ്പോൾ കോടതി പരിസരത്ത് ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ഓരോരുത്തരും ഈ കേരളക്കര ഒട്ടനവധി കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയല്ലേ പോലീസ് കോടതി പരിസരത്തും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. അതെ കാർത്തു, ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാണ്. ഇവിടെ പോലീസ് അടക്കം നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതികളൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. നമുക്കറിയാം 10 പ്രതികളാണ് ഉള്ളത്. അതിൽ ഈ കേസിനെ സംബന്ധിച്ച് ഈ 10 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചൊരു സാഹചര്യം കൂടിയാണ്. അതിൽ ഒരു പ്രതി പറഞ്ഞാൽ മേസ്തിരി സനൽ 9ാം പ്രതിയാണ്. അദ്ദേഹം ആ പ്രതി 9ാം പ്രതി വേറൊരു കേസുമായി ബന്ധപ്പെട്ട വിയൂർ ജയിലിലാണ്. അപ്പോൾ ആ ഒരു പ്രതി മാത്രമേ, എന്നാൽ ഈ കേസുമായി
ബന്ധപ്പെട്ടല്ല ആ പ്രതി ഇപ്പോൾ ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 10 പ്രതികൾക്കും ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പ്രതികളടക്കം എത്തിച്ചേരും എന്നുള്ളതാണ്. 11 മണിയോടുകൂടി തന്നെ ഈ നടപടികൾ, കോടതി നടപടികളൊക്കെ ആരംഭിക്കുമെന്നുള്ളതും കൂടി ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിഭാഷകരും ഒക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൃത്യമായൊരു പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ 8 വർഷത്തെ കാത്തിരിപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ 8 വർഷത്തിന് ശേഷം നീതി ലഭിക്കുന്നു എന്നുള്ളത്, അതിനൊരു കാലതാമസം നേരിട്ടു, വിചാരണ കാലയളവിൽ കാലതാമസം നേരിട്ടു എന്നുള്ള പരാതിയൊക്കെ ഉയർന്നിരുന്നു. ഒപ്പം ഇപ്പോൾ നിലവിലെ ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസിനെതിരെ, അല്ലെങ്കിൽ ഹണിയം വർഗീസിനെ ജഡ്ജി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയൊക്കെ പിന്നീട് നൽകിയ ഹർജിയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് വലിയ രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതും കൂടിയാണ്. അത് കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങളൊക്കെ എന്തായാലും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ മെമ്മറി കാർഡിനെ സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ, മെമ്മറി കാർഡ് ഈ പ്രതിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നടത്തിയ നിയമ പോരാട്ടങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ഹാഷ് വാല്യൂ മാറിയതുമായി സംബന്ധിച്ച് കോടതി നടപടിക്രമങ്ങളിൽ തന്നെ ഒരു ആരോപണം, അല്ലെങ്കിൽ കോടതിക്കെതിരെ തന്നെ, കോടതിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ തന്നെ അതിജീവിത ചില ഹർജികൾ ഒക്കെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു, ഹർജി നൽകിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഈ കേസിനെ സംബന്ധിച്ച് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നതും. ഇത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും എല്ലാ മേൽക്കോടതികളും ഉൾപ്പെട്ട ഒരു കേസ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പോലും കേസ് വിധിയിലേക്ക് എത്തുന്ന ദിവസം ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും വിധി എന്നുള്ളത് നിലവിലെ സാഹചര്യം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ കുറ്റകൃത്യങ്ങളുടെ ആ ഒരു തോത്, ഇപ്പോൾ നിലവിൽ ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇത്തരത്തിൽ ബലാത്സംഗം, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധി വകുപ്പുകൾ ചുമത്തിയ സാഹചര്യം, ബലാത്കാരമായി പിടിച്ചുവെക്കൽ, അത്തരത്തിലുള്ള നിരവധി വകുപ്പുകളുണ്ട്. ഇതിൽ 8ാം പ്രതി ദിലീപിനെതിരെ ഉള്ളത് ഈ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, ആ ഒരു ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ പൾസർ സുനിയുമായുള്ള ബന്ധമാണ് പിന്നീട് ഈ ഒരു ഇതിൽ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിലൊക്കെ സംശയപരമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ പൾസർ സുനി അറസ്റ്റിലായതിനു ശേഷവും പിന്നീട് ദിലീപിൻ്റെ പങ്ക് ഈ ഒരു കേസിൽ വ്യക്തമാകുന്നത് ആ ഒരു ഫെബ്രുവരി നടന്നതിന് ശേഷം ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയാണ് ദിലീപിനെ അടക്കം മൊഴിയെടുക്കാൻ, അല്ലെങ്കിൽ ദിലീപിൻ്റെ മൊഴി എടുക്കാനായി വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അറസ്റ്റിലേക്കൊക്കെ തന്നെ കടക്കുന്നു. 80 ദിവസത്തിലധികം ജയിലിൽ കഴിയുന്ന മലയാളത്തിൽ, അല്ലെങ്കിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അന്ന് ഒരു സൂപ്പർ താരമായി നിന്നിരുന്ന ഒരു നടൻ, മലയാള സിനിമയിൽ അപ്രഖ്യാപിതമായി ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു അമരക്കാരൻ എന്നുള്ള നിലയ്ക്ക് മലയാള സിനിമയെ പിൻസീറ്റിലിരുന്ന് നയിച്ചുകൊണ്ടിരുന്ന ഒരു നായക നടൻ എന്നുള്ള തരത്തിലൊക്കെ തന്നെയായിരുന്നു ദിലീപ് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ജയിൽവാസം, 80 ദിവസം നീണ്ട ജയിൽവാസം, പിന്നീട് പുറത്തിറങ്ങുന്നു, ശേഷം പുറത്തു വന്ന നിരവധി കാര്യങ്ങൾ, അതിനുശേഷം ഈ കേസൊന്ന് ശമിക്കുന്നു, അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നില്ലേ എന്നുള്ള തരത്തിൽ സംശയങ്ങൾ ഉയരുന്നു. പിന്നീട് സംവിധായകൻ ഭക്തേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു, രഹസ്യമൊഴി എടുക്കുന്നു, രണ്ടാമതും രണ്ടാം അന്വേഷണം കൂടി വരുന്നു എന്നുള്ളതും കൂടിയാണ് അത്തരത്തിൽ ഈ കേസിനെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാജ്യം കാത്തിരുന്ന ആ വിധി ഇന്നാണ്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഇന്ന് വരികയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിലാകെ 10 പ്രതികളാണുള്ളത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്നതിനായി ദിലീപ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ബാക്കി പ്രതികൾ ഉടൻ തന്നെ കോടതിയിലെത്തും. കൂടാതെ തന്നെ മറ്റൊരു പ്രതി ഇപ്പോൾ
വേറൊരു കേസുമായി ബന്ധപ്പെട്ട ജയിലിലുള്ള സാഹചര്യത്തിൽ അയാൾ എത്താൻ സാധിക്കില്ല. മറ്റ് എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും. അതിനുശേഷമായിരിക്കും 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ 10 പ്രതികളിൽ ആരെല്ലാം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുക. ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസമോ ആയിരിക്കും വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോടതി കടക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് കോടതി വ്യക്തമാക്കുന്നതായിരിക്കും. പ്രതികൾ എല്ലാവരും കോടതിയിലെത്തും. വിധി കേൾക്കാൻ അതിജീവത എത്തില്ലെന്നാണ് വിവരം. സംഭവം നടന്ന 8 വർഷത്തിന് ശേഷമാണ് കേസിൽ കോടതി ഇന്ന് വിധി പറയുന്നത്. 2017 നടന്ന സംഭവം 8 വർഷത്തിനിപ്പുറം ഇന്ന് ആ വിധിക്കായി ജനം കാതോർക്കുകയാണ്. എന്താണ് കോടതിയിൽ നിന്നും വരും മണിക്കൂറുകളിൽ ലഭിക്കുന്ന വിവരങ്ങൾ, അതെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൃത്യമായും വ്യക്തതയോടെയും അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. 8 വർഷം നീണ്ട ഒരു പെൺകരുത്തിന്റെ നിയമ പോരാട്ടത്തിന് ഇന്ന് ക്ലൈമാക്സ് ആകുകയാണ്. ഇന്ന് ആ വിധിയിൽ എത്ര തരത്തിലുള്ള വിധി ആയിരിക്കും വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതെല്ലാം കോടതി നടപടിക്രമങ്ങളാണ്. അത് അതിൻ്റെ ഭാഗമായി നടക്കും. എങ്കിലും ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്, പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ആ വിധിക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട 8 വർഷത്തെ കാലയളവ്, 7 വർഷം നീണ്ട വിചാരണകൾ, അതിനെല്ലാം ഒടുവിൽ എല്ലാവരും വിരൽ ചൂണ്ടിയ ഒരാളായിരുന്നു നടൻ ദിലീപ്. കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. 1ാം പ്രതിയായ പൾസർ സുനിയുമായി ദിലീപിനുണ്ടായ ബന്ധമടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, ഇപ്പോൾ സമയം 10 മണിയോടടുക്കുന്നു. 9 മണിയോടെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. 11:30 മുമ്പ് തന്നെ അല്ലെങ്കിൽ 11:30 ആദ്യഘട്ട സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങും. എന്തായിരിക്കും കോടതിയിലുള്ളിൽ നടക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ദിലീപ് അടക്കം കോടതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? 11 മണിക്ക് കോടതി പരിഗണിക്കുമ്പോൾ തന്നെ ആദ്യ കേസായി തന്നെ ഈ ഒരു കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ആദ്യത്തെ കേസായി തന്നെ ഇത് എടുക്കും. ഇപ്പോൾ ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ മറ്റു പ്രതികളും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3-4 പ്രതികളുടെ ഒരു വക്കീൽ കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. അപ്പോൾ എല്ലാവരും കോടതിയിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. കേസ് ആദ്യം തന്നെ പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ 11:30 അല്ലെങ്കിൽ 12 മണിയോടുകൂടി തന്നെ കേസിന്റെ അന്തിമ വിധി എന്തായിരിക്കും എന്നതിൽ വ്യക്തത വരും. അത് വന്നതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ശിക്ഷാവിധി എന്ത് എന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആദ്യം അന്തിമ വിധിയും അതിനുശേഷമായിരിക്കും ശിക്ഷാവിധിയൊക്കെ തന്നെ പറയുക. ചിലപ്പോൾ ശിക്ഷാവിധി പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ പിന്നൊരു ദിവസമോ എന്നുള്ളത് കോടതി അറിയിക്കും. ഇന്നെന്തായാലും കേസിലെ അന്തിമ വിധി വരും. ഈ ഒരു പ്രതികളെല്ലാം തന്നെ കുറ്റക്കാരാണോ അല്ലയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇന്ന് അറിയാൻ സാധിക്കും. എന്തായാലും 1 മുതൽ 10 വരെയുള്ള പ്രതികളൊക്കെ തന്നെ ഇപ്പോൾ കോടതിയിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാം തന്നെ കോടതിയിൽ ഹാജരാകും. ദിലീപും അതുപോലെ തന്നെ 10ാം പ്രതിയായ ശരത്തും ഒരുമിച്ചാണ് കോടതിയിലോട്ട് പുറപ്പെട്ടിട്ടുള്ളത്. രണ്ടുപേരും അല്പസമയത്തിനകം കോടതിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആലുവയിൽ നിന്നും ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്തോട്ട് അല്ലെങ്കിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോടതി പരിസരത്ത് കനത്ത സുരക്ഷയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏർപ്പാടാക്കിയിട്ടുള്ളത്. അത്രയും ഗൗരവകരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കേസ്, സെൻസിറ്റീവായൊരു കേസ്, കേരളം ഒട്ടാകെ അല്ലെങ്കിൽ രാജ്യം ഒട്ടാകെ ചർച്ച ചെയ്തൊരു കേസ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയുടെ ഒരു ഗാഢത കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേസ് പോലീസിൻ്റെ സുരക്ഷ അവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഒരു നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കോടതി പരിസരത്ത് ആളുകൾ കൂടിത്തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പ്രതികളെല്ലാം തന്നെ ഹാജരായി കഴിഞ്ഞാൽ ഇതിനും ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസുകാരെ കൂടുതൽ വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു 2017 നടന്ന ഒരു കേസിലാണ് ഇന്ന് അന്തിമ വിധി വരാൻ പോകുന്നത്. 1 മുതൽ 10 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് അറിയാൻ സാധിക്കും. പൾസർ സുനിയുടെയും ദിലീപിൻ്റെയും പേരുകൾ എടുത്തു പറയേണ്ട ഒരു കേസ് തന്നെയാണ്. കാരണം നടിയെ ആക്രമിച്ച ഒരു കേസിലെ 1ാം പ്രതി പൾസർ സുനി കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് ആ ഒരു പങ്ക് തെളിയിക്കാൻ നടത്തിയ അല്ലെങ്കിൽ ആ ഒരു പോരാട്ടം ഒരു സ്ത്രീ നടത്തിയ ആ ഒരു പോരാട്ടത്തിലാണ് ഇപ്പോൾ അന്തിമ വിധി വരാൻ പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമായ കാര്യം തന്നെയാണ്. ആ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. എന്തായാലും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഉടൻ തന്നെ കോടതിയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാർത്തു, അതുതന്നെയാണ് രഞ്ജിൽ. കാത്തിരിക്കുകയാണ് കേരളം ഒന്നടങ്കം. ഈ വിധിയുമായി ബന്ധപ്പെട്ട്
ഇത്രയും നാള് ചർച്ച ചെയ്ത കാര്യങ്ങൾ അതിലേറെ പ്രധാനപ്പെട്ടതാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴികളടക്കം നടിക്ക് അനുകൂലമായി പുറത്തു വന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം. അതിനുശേഷമാണ് ദിലീപ് പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നതും പിന്നീട് കൂടുതൽ ദിലീപിനെതിരെ കുറ്റങ്ങൾ ചുമത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിധിയിൽ അതും ബാധകമാകില്ലേ? അതും നമുക്ക് അനുകൂലമായ ഒരു വിധിയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാൻ ഒരു ഘടകമാകില്ലേ? തീർച്ചയായും. കാരണം ആദ്യം ഈ ഒരു കേസിൽ ദിലീപിൻ്റെ പങ്ക് അല്ലെങ്കിൽ ദിലീപിനും ഈ ഒരു കേസിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാനായിട്ടുള്ള മുഖ്യ ഒരു പ്രധാന തെളിവായി കണ്ടെത്തിയത് ഈ ഒരു ജയിലിൽ നിന്നും പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിന് അയച്ച കത്ത് തന്നെയാണ്. ആ കത്തിലൂടെയാണ് ഇത്തരത്തിൽ ദിലീപിൻ്റെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവായി പോലീസിന് ലഭിച്ചത്. അതേപോലെ തന്നെ ജയിലിൽ കഴിയുന്ന സമയത്ത് പൾസർ സുനി ദിലീപുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. അതേപോലെ ദിലീപിൻ്റെ സിനിമാ സെറ്റിൽ സുനി എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു. ഇതൊക്കെ തന്നെ ഏറെ നിർണായകമായ സാഹചര്യത്തിലാണ് ദിലീപിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതും 8 മണിക്കൂർ നീണ്ട ചോദ്യോത്തരമാണ് നടന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതൊക്കെ തന്നെ. ഈ ഒരു കേസിൽ ദിലീപ് ജയിലിൽ കിടന്ന് അതിനുശേഷം ദിലീപിനെ ജാമ്യം അനുവദിക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ബാലചന്ദ്രകുമാറിന്റെ മൊഴി അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇത്തരത്തിൽ ദിലീപിന്റെ വീട്ടിൽ നിന്നും പൾസർ സുനി ഇറങ്ങിപ്പോകുന്നത് താൻ കണ്ടു എന്നൊരു വെളിപ്പെടുത്തൽ കുമാറിൽ നിന്നും വരുന്നു. അത് വീണ്ടും ഒരു തുടരന്വേഷണം എന്ന ഒരു നിലയിലേക്ക് കടക്കുന്നു. ദിലീപിനെതിരെ വീണ്ടും ഒരു തുടരന്വേഷണം നടത്തുന്നു. അതും ഏറെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ദിലീപിനെതിരെ നിർണായകമായ തെളിവുകളിൽ ഒന്ന് എടുത്തു പറയേണ്ട ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും അതുപോലെ തന്നെ ഒരു കത്ത്, ഫോൺ സംഭാഷണം, അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ മൊഴിയൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ദിലീപിന് കുരുക്ക് മുറുക്കിക്കൊണ്ടുള്ള മൊഴികൾ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് വന്നത്. ആദ്യം മുതലേ ഒരു അതിജീവിതയുടെ ഒപ്പം നിന്ന സഹപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരൊക്കെ തന്നെ ആദ്യം മുതലേ ഈ ഒരു അതിജീവിതരൊപ്പം ഉറച്ചു നിന്നിരുന്നു. ആ മൊഴിയൊക്കെ തന്നെ ദിലീപിന് എതിരായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദിലീപിന് ഒരു നിർണായകമായ ഒരു കാര്യം തന്നെയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഘടനയാണ് WCC. കാരണം ഇത്തരത്തിൽ ഈ ഒരു അതിജീവിതയ്ക്കെതിരെ ഈ ഒരു ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ കാര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാര്യം വരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു WCC എന്ന സംഘടന തുടങ്ങുന്നത്. വുമൺ ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന വേണം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീകൾക്കായ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുവരുന്നു. അത് ആ ഒരു WCCയുടെ ഇടപെടലൊക്കെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിന് ശേഷം സിനിമാ മേഖലയിൽ ഇത്തരത്തിലും അനുഭവം ഉണ്ടായവർക്ക് ദുരനുഭവം തുറന്നു പറയാനും അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു വഴി ഒരുക്കി കൊടുത്ത് ഈ ഒരു അതിജീവിതയെ ആക്രമിച്ച അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച ഒരു കേസ് തന്നെയാണ്. അത് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ കുറേ പേർ ഈ ഇത്തരത്തിൽ ഈ ഒരു അതിജീവിതയ്ക്ക് പിന്തുണ അർപ്പിച്ച് മുന്നോട്ട് വന്നിരുന്നു. അതിൽ ഈ ഒരു കൊച്ചിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ ആ ഒരു പരിപാടിയൊക്കെ തന്നെ ഇതിലേറെ നിർണായകമായിരുന്നു. ആ പരിപാടിയിൽ മഞ്ജു വാര്യരുടെ മൊഴിയാണ് ദിലീപിന് ഒന്നും കൂടി കുരുക്കായത്. കാരണം ആ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് ദിലീപും ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതിജീവിതയ്ക്കുണ്ടായ ആക്രമണത്തിൽ ഏറെ ദുഃഖിതനാണ്, അല്ലെങ്കിൽ ഏറെ ദുഃഖം അനുഭവിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. പക്ഷേ അപ്പോഴും ദിലീപിൻ്റെ പങ്ക് ഇതിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് തെളിയിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മഞ്ജു വാര്യരുടെ ഒരു മൊഴി, ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്നൊരു മൊഴി ഏറെ നിർണായകമായിരുന്നു. അതേ മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മഞ്ജു വാര്യർ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൊഴി ദിലീപിന് ഏറെ നിർണായകമായ ഒന്ന് തന്നെയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ഒരു നടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടിയുമായി ദിലീപിന് ഈ ഒരു വൈരാഗ്യമുണ്ടായിരുന്നു, വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് നയിച്ചതെന്ന ഒരു കണ്ടെത്തൽ വരുന്നത്. അതിനുശേഷം അതിജീവിത ഇത്തരത്തിൽ പറയുന്നു 2012 തൊട്ട് താനുമായി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താനും ആക്രമിക്കപ്പെടാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഗോവയിൽ വെച്ച് ഒരു സിനിമയുടെ ഈ ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ച് തന്നെ ആക്രമിക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ വെച്ച് ഈ ഒരു ആക്രമണത്തിന് ആസൂത്രണം നൽകുന്നതും അല്ലെങ്കിൽ ആക്രമണം നടത്താൻ ഇവർ ഗൂഢാലോചന നടത്തിയതും എന്ന് അതിജീവിത വെളിപ്പെടുത്തുന്ന കാര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ തന്നെ ഈ ഒരു ആരോപണം നിഷേധിക്കുന്നതായിരുന്നു ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ. കാരണം ഇത് വെറും ആരോപണം മാത്രമാണ്, ഇതിൽ തനിക്ക് ബന്ധമില്ല, ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട ആവശ്യം തനിക്കില്ല, ആ ഒരു നടിയുമായി തനിക്ക് യാതൊരുവിധ വ്യക്തിവൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല എന്നൊരു കാര്യമായിരുന്നു ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ
പ്രതികരണം. അതിനുശേഷമാണ് പിന്നെയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 90ഓളം ഹർജികളാണ് ദിലീപ് ഇതുവരെയായിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് കേസിൽ തനിക്ക് ബന്ധമില്ല, തന്നെ മനഃപൂർവ്വം പെടുത്താൻ ശ്രമിക്കുന്നതാണ്, ഇത് ഗൂഢാലോചനയാണ്, CBI അന്വേഷിക്കണം, അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയ ദൃശ്യങ്ങൾ, അതായത് ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ തനിക്ക് ലഭ്യമാകണം, അതുപോലെ തന്നെ കുറ്റപത്രത്തിൻ്റെ ഒരു പകർപ്പ് തനിക്ക് ലഭിക്കണം എന്ന് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. ദിലീപ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപ് ഇത്തരത്തിൽ ഹർജി കൊടുക്കുമ്പോൾ അതിന് എതിരായിട്ട് അതിജീവിതയും ഹർജിയുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രതിയായ അല്ലെങ്കിൽ 8ാം പ്രതിയായി പ്രതി ചേർക്കപ്പെട്ട ദിലീപിന് നൽകുകയാണെങ്കിൽ അത് തൻ്റെ വ്യക്തിപരമായ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള 5ഉം 6ഉം പ്രതികളുടെ അഭിഭാഷകനായ AB സാബു കോടതിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ആയിരിക്കും. 4000 പേജുകളാണ് ആർഗ്യുമെന്റ് നോട്ടായിട്ട് വന്നിരിക്കുന്നത്. 1800 പേജ് പ്രോസിക്യൂഷന്റെ മറ്റ് പേജുകൾ പ്രതികളുടെ. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ കൂടുതൽ എക്സ്റ്റന്റ് ഉള്ള കൂടുതൽ പേജസ് ഉള്ള ജഡ്ജ്മെന്റ് ആയിരിക്കും. എന്റെ 5ഉം 6ഉം സലീം പ്രദീപ് 5ഉം 6ഉം പ്രതികളിൽ ഒരിക്കലും ഇല്ല. കോൺസ്പിറസി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നേരിട്ട് പങ്കെടുത്ത താങ്കളുടെ പ്രതികളടക്കമുള്ള നേരിട്ട് പങ്കെടുത്തിട്ടില്ല. 5ഉം 6ഉം പ്രതി പങ്കെടുത്തിട്ടില്ല. കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്. കേസിലെ 5ഉം 6ഉം പ്രതികളുടെ അഭിഭാഷകനായ AB സാബുവിന്റെ പ്രതികരണമാണ് കണ്ടത്. പ്രതികൾ ഉടൻ തന്നെ കോടതിയിലെത്തുമെന്നും വിധി വരട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. രഞ്ജിൽ രാജ് തുടരുന്നുണ്ട്. രഞ്ജിൽ, അഭിഭാഷകരൊക്കെ കോടതിയിലേക്ക് എത്തി തുടങ്ങുകയാണ്. ജഡ്ജി ഹണിയം വർഗീസ് അടക്കം കോടതിയിലെത്തുന്നു. ഉടൻ തന്നെ ദിലീപും കോടതിയിലേക്ക് എത്തും. കൃത്യം 11 മണിക്ക് തന്നെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഏത് തരത്തിലായിരിക്കും ഈ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുക? ഏത് രീതിയിലേക്കായിരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുക? രഞ്ജു, ഇപ്പോൾ 8ാം പ്രതിയായ ദിലീപ് വക്കീൽ ഓഫീസിലോട്ട് എത്തി എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ആലുവയിലെ വീട്ടിൽ നിന്നും നേരെ വക്കീലിൻ്റെ ഓഫീസിലോട്ടാണ് ദിലീപ് എത്തിയിരിക്കുന്നത്. ദിലീപും ഒപ്പം തന്നെ 10ാം പ്രതിയായ ശരത്തും ഒപ്പമുണ്ട്. രണ്ടുപേരും ഒപ്പമാണ് വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. അവർ രണ്ടുപേരും ഇപ്പോൾ വക്കീൽ ഓഫീസിലോട്ട് എത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി അവിടെ നിന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും കോടതിയിലോട്ട് എത്തുക. ഇപ്പോൾ എന്തായാലും നമ്മളടുത്ത് പ്രതികരിച്ച 5-6 പ്രതികളുടെ വക്കീൽ AB സാബു ആണ് പ്രതികരിച്ചത്. ഇനിയും മറ്റ് പ്രതികളും അതുപോലെ തന്നെ വക്കീലുകളും എല്ലാം എത്താനുണ്ട്. ഈ ഒരു കേസിൽ വിധി പറയുന്ന ജഡ്ജി ഹണിയം വർഗീസ് നേരത്തെ കോടതിയിൽ എത്തിയിരുന്നു. ഹണിയം വർഗീസാണ് കേസിൽ വിധി പറയുന്നത്. ഏറെ വിവാദമായ അല്ലെങ്കിൽ ഏറെ വിവാദത്തിലോട്ട് നയിച്ച ഒരു ജഡ്ജി തന്നെയാണ്. കാരണം ആദ്യം അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരമാണ് ഹണിയം വർഗീസിനെ ജഡ്ജിയായി നിയമിക്കുന്നത്. അതായത് ഒരു വനിതാ ജഡ്ജി വാദം കേൾക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഹണിയം വർഗീസ് ഈ ഒരു കേസിൽ വാദം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കേസിൽ വിധി പറയാനായിട്ട് അല്ലെങ്കിൽ കേസിൽ വാദം കേൾക്കാൻ എത്തുന്നത്. തുടർന്ന് ഈ ഒരു ഹണിയം വർഗീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ആരോപിച്ച് അതിജീവിത വീണ്ടും ഹർജി നൽകുന്നു. പക്ഷേ ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഹണിയം വർഗീസ് തന്നെയാണ് ഇത്തരത്തിൽ വിധി പറയാൻ ചുമതലപ്പെടുത്തിയത്. ഹണിയം വർഗീസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ അന്തിമ വിധി പറയുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം അതിജീവിതയുടെ ആവശ്യം തള്ളിയ കോടതി ഹണിയം വർഗീസിനെ തന്നെ ജഡ്ജിയായി ചുമതലപ്പെടുത്തുകയായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം, ദിലീപ് പ്രതിയായതിന് പിന്നാലെയും ഇത്തരത്തിൽ ദിലീപിനെ അനുകൂലിച്ചും കുറേ പേർ രംഗത്ത് വന്നിരുന്നു. കാരണം ഇത് ദിലീപ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഇത് വെറും ആരോപണങ്ങളാണ്, അദ്ദേഹത്തെ സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്താനുള്ള വെറും ആരോപണങ്ങളും ഗൂഢാലോചനയുമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും അല്ലെങ്കിൽ വാർത്തയൊക്കെ തന്നെ വന്നിരുന്നു. അത്തരത്തിൽ കുറേ ഉന്നത പദവിയിലിരിക്കുന്ന കുറേ പേർ ഇത്തരത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ കേരളം ഒട്ടാകെ കണ്ടതും ചർച്ച ചെയ്തതുമാണ്. എന്തായാലും എല്ലാ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിലീപ് പ്രതി അല്ലെങ്കിൽ ദിലീപിനെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അന്തിമ വിധി വരാൻ പോകുന്നത്.
എന്തായാലും 7.5 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഈ ഒരു വിധി വരുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. നമുക്കറിയാം 2017 കേസിൽ 2018 വിചാരണ പോലും ആരംഭിക്കുന്നത്. അത്രയും നാളത്തെ ഒരു കാലതാമസത്തിന് ശേഷം വിചാരണ ആരംഭിക്കുന്നു. തുടർന്ന് 2018 തൊട്ട് 2024 വരെ ഈ ഒരു വിചാരണ നീണ്ടുപോകുന്നു. 2025 വിചാരണ നീണ്ടുപോകുന്നു. അതിനുശേഷം 2025 ഏപ്രിൽ 11 ഈ ഒരു കേസിൽ അന്തിമ വിചാരണ പൂർത്തിയാക്കുന്നത്. അതിനുശേഷം കേസ് ഡിസംബർ 8 മാറ്റിവെക്കുന്നു, വിധി പറയാനായിട്ട് മാറ്റിവെക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ 2017 തൊട്ട് അല്ലെങ്കിൽ 2018 തൊട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക്, ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത് എന്നുള്ളതും ഈ ഒരു കേസിൻ്റെ ഏറെ നിർണായകമായൊരു ഭാഗമാണ്. കാരണം 7 വർഷത്തിന് ശേഷം പൾസർ സുനി ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. ഇത്തരത്തിൽ ജാമ്യം വേണം, വിചാരണ നീണ്ടുപോകുന്നു, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. കോടതിയും ജാമ്യം അനുവദിക്കുന്നു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെയോ അല്ലെങ്കിൽ മറ്റു സാക്ഷികളെയോ കാണാനോ ബന്ധപ്പെടാനോ പാടില്ല. അവരുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാകാൻ പാടില്ല. സാക്ഷിമൊഴികളിൽ സാക്ഷികളുമായി ബന്ധപ്പെടരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒന്നും പാടില്ല എന്ന നിബന്ധനകൾ വെച്ചാണ് ഇത്തരത്തിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിലിറങ്ങിയതിന് ശേഷവും ഒരു പൾസർ സുനി പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ തനിക്ക് ഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ട്, തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നൊരു കാര്യം പൾസർ സുനി ആവശ്യപ്പെടുന്നു. അതെല്ലാം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരളം ഒട്ടാകെ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ്. എന്തായാലും അതിനൊക്കെ തന്നെ ഒരു അന്തിമ വിധി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം ഒരു 11 മണിക്ക് ശേഷം 11:30 കൂടി തന്നെ കേസ് പരിഗണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 12 മണിക്കകം തന്നെ കേസിൽ അന്തിമ വിധി ഉണ്ടാകും. ഒരു പ്രതികളെല്ലാം തന്നെ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് 12 മണിക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കേസ് ഇന്ന് പരിഗണിക്കാൻ ഇരിക്കുന്നതിനിടയിൽ പൾസർ സുനിയുടെ അമ്മ ഒരു ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്കെതിരെയാണ് ഹർജി നൽകിയത്. 1 ലക്ഷം രൂപ നൽകിയാണ് ഇത്തരത്തിൽ മരവിപ്പിച്ചത് എന്നൊരു കാര്യം പൾസർ സുനിയുടെ അമ്മ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു ബാങ്ക് അക്കൗണ്ട് പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് പണം കൈമാറിയ അക്കൗണ്ടാണ് എന്നും പൾസർ സുനിയുടെ അമ്മ പറയുന്നുണ്ട്. അത്തരത്തിൽ പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടാണ് പോലീസ് മരവിപ്പിച്ചത് എന്നൊരു കാര്യം പൾസർ സുനിയുടെ അമ്മ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു ഹർജി ഇന്ന് രാവിലെ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതും കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. കാരണം ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുത്ത ഒരു നടിയെ ആക്രമിക്കാൻ പറയുന്നു. ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്ത ആക്രമണത്തിന് ഗൂഢാലോചന ഇടുന്നു അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ച് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് പൾസർ സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാലും ഈ ഒരു കേസിലേറെ നിർണായകമായ ഒരു സംഭവം ആ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. ഈ ഒരു ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അതെവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ആ ഒരു മൊബൈൽ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. ആ മൊബൈൽ ഗോശ്രീ പാലത്തിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു എന്നാണ് പൾസർ സുനി മൊഴി നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ഏറെ നിർണായകമായ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഏറെ ഒരു വീഴ്ചയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു മൊഴി അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയിരുന്നു എന്ന് പൾസർ സുനി പറയുന്നുണ്ട്. അതും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷമാണ് ആ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തുറന്ന് പരിശോധിച്ച് അതിലെ ദൃശ്യങ്ങൾ കളഞ്ഞു എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം അതിജീവിതം മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു വക്കീലിൻ്റെ, അതായത് രാമൻ പിള്ള എന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു പങ്ക് പുറത്തു വരുന്നത്. ഈ ഒരു സായി ശങ്കർ എന്നൊരു IT വിദഗ്ധൻ്റെ സഹായത്തോടെ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു തെളിവുകൾ, മെമ്മറി കാർഡിലെ തെളിവുകൾ നശിപ്പിച്ചു എന്നൊരു കണ്ടെത്തലുണ്ടാകുന്നു. അതിൽ രാമൻപിള്ളയ്ക്കുള്ള പങ്കും പുറത്തു വരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു കേസിലേറെ നിർണായകമായതാണ്. അതായത് ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ തന്നെ ദിലീപിനെ സഹായിച്ചുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു ആദ്യം തൊട്ടേ ഈ അതിജീവിതം മുന്നോട്ട് വയ്ക്കുന്ന കാരണം എല്ലാവരും ഇത്തരത്തിൽ പിന്നിൽ നിന്നും കുത്തുന്നു എന്ന തരത്തിൽ, അതായത് ആദ്യം മൊഴി നൽകുന്നു, പിന്നീട് മൊഴി മാറ്റുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ മെമ്മറി കാർഡ് കോടതിയിൽ നൽകിയൊരു
ഒരു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറുന്നു. അതൊക്കെ തന്നെ ഏറെ നിർണായകമായ വെളിപ്പെടുത്തലും ആരോപണങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അതെല്ലാം ഇത്തരത്തിൽ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് കേസിൽ അന്തിമ വിധി വരാൻ പോകുന്നു എന്നുള്ളത് നിർണായകമായി നിൽക്കുന്നത്. എന്തായാലും നടൻ ദിലീപിനേറെ നിർണായകമായൊരു വിധി തന്നെയാണ്. 8ാം പ്രതിയാണ്. ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ കുറ്റമാണ്. ഗൂഢാലോചന നടത്തിയെന്ന ഒരു കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്തരത്തിലായിരിക്കും ഈ ഒരു വിധി എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അതെന്തായാലും 11:30 കൂടി ഒരു വിധി വരും. പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്തതിനും മറ്റ് പ്രതികൾക്ക് സഹായിച്ചതിനും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്തായാലും ഒരു ക്രൂരമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇത്തരത്തിൽ അവരുടെ പങ്ക് നേരിട്ട് ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ തെളിവൊക്കെ ലഭിച്ചുകൊണ്ട് തന്നെ അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അതേസമയം ഈ ഒരു ദിലീപിന് ശിക്ഷ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുള്ളതായി മറ്റുള്ളവർ അല്ലെങ്കിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും 11:30 കൂടി ഒരു വിധി അറിയാൻ സാധിക്കും. കാർത്തു, അതുതന്നെയാണ് രഞ്ജിൽ. ഈ ഒരു വിധി വരുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചിലർ വിധി എത്തരത്തിലുള്ള വിധി ആയിരിക്കും പുറത്തു വരിക, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും അതിൽ കുറ്റവാളികളാകുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ പല പല അഭിപ്രായങ്ങളാണ് ഈ ഒരു സമയത്ത് ഉയർന്നു വരുന്നത്. വളരെ ശരിയാണ്. വളരെ കാലം നീണ്ടുനിന്ന ഒരു കേസാണ്. 7 വർഷക്കാലം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഇന്ന് വിധി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു കേസുകളിൽ നിയമപരമായുള്ള വിധി സാധ്യതകൾ എന്തെല്ലാമായിരിക്കാം രഞ്ജി? എന്തായാലും 1 മുതലുള്ള അല്ലെങ്കിൽ 1 മുതൽ 6 വരെയുള്ള പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ക്രൂരമായ ഈ ഒരു നീചകൃത്യത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതേസമയം ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗൂഢാലോചന എന്നുള്ള ഒരു കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആവശ്യമായ തെളിവുകളില്ലെങ്കിൽ അല്ലെങ്കിൽ തെളിവിൻ്റെ അഭാവമാണെങ്കിൽ ഇത്തരത്തിൽ ശിക്ഷ എന്തായിരിക്കും എന്ന കാര്യത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം ദിലീപിൻ്റെ പങ്ക് തെളിയിക്കുന്നതിനുള്ള തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ആശ്വാസകരമായ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ദിലീപിനെ പ്രതിയാക്കാതെയോ അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മേൽക്കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. മേൽക്കോടതിയെ സമീപിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അതിജീവിതയും ഒക്കെ ഉള്ളത്. അതിൽ സംശയമില്ലെങ്കിലും ഈ ഒരു ദിലീപിൻ്റെ കാര്യത്തിൽ ശിക്ഷാവിധി എന്തായിരിക്കുമെന്ന കാര്യത്തിലൊരു സംശയം അല്ലെങ്കിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഉന്നതരുടെ ഇടപെടൽ ആദ്യം മുതലേ ഈ ഒരു കേസിൽ ഉന്നതരുടെ ഇത്തരം ഇടപെടൽ നമ്മൾ കണ്ടതാണ്. കുറേ പേർ ഇത്തരത്തിൽ ദിലീപിനെ സഹായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഇത്തരത്തിൽ കേസ് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയി ഇത്തരത്തിൽ 7.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു വിധിക്ക് വേണ്ടി കാത്തിരുന്ന ആ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിജീവിത. ഇത് വെറും ഈ ഒരു അതിജീവിതയുടെ അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്ന വിധിയായി മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്തരം കുറേ പേർ ഇത്തരത്തിൽ ഭയം കൊണ്ട് മാത്രം പുറത്ത് പറയാൻ പേടിച്ച് കഴിയുന്ന കുറേ ആയിരം അതിജീവിതമാരുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു വിധി കൂടിയായിട്ടാണ് ഈ ഒരു കേസിനെ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഒരു സെലിബ്രിറ്റി ആയ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നടിയായ ഒരാൾക്ക് ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു സ്ത്രീക്ക് എത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള ആ ഒരു കാര്യം ഇതിൽ എടുത്തു ചോദ്യമായി തന്നെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി വരികയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വിധിയാണെങ്കിൽ ഇത് ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം കുറേ പേരുടെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾക്കുള്ള ഒരു വിധി കൂടിയായിട്ടായിരിക്കും ഈ ഒരു വിധി വരുമ്പോൾ എല്ലാവരും അതിനെ നോക്കുക. അതിജീവിതയുടെ പോരാട്ടം, സ്ത്രീകളുടെ പോരാട്ടത്തിനുള്ള ഒരു വിധിയായിട്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. എന്തായാലും അത് അല്പസമയത്തിനകം വരും. അത്തരം നിയമപരമായ കാര്യങ്ങളൊക്കെ തന്നെ 11:30 കൂടി തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാർത്തു, തീർച്ചയായും രഞ്ജൽ, നടിയെ ആക്രമിച്ച കേസിലാണ് ഇന്ന് വിധി വരിക. 2017 ഉണ്ടായ സംഭവം, നീണ്ട നിയമ പോരാട്ടം, വർഷങ്ങളോളം നീണ്ട വിചാരണകൾ, എല്ലാത്തിനും ഇന്ന് ക്ലൈമാക്സ് ആവുകയാണ്. ഇന്നാണ് 11 മണിക്ക് കോടതി
കേസ് പരിഗണിക്കും. അപ്പോൾ വിധി എന്താണ് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്നായിരിക്കും ഈ കുറ്റവാളികൾക്കുള്ള ശിക്ഷ വിധിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്ന് തീരുമാനമുണ്ടാകും. 2017 ഉണ്ടായ സംഭവത്തിൽ 261 സാക്ഷികൾ, സാക്ഷി വിസ്താരത്തിന് മാത്രമായി 438 ദിവസം എടുത്ത കേസ്. കൂടാതെ തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് തന്നെ 833 രേഖകൾ, 142 തുണ്ടിമുതലുകൾ. അങ്ങനെ നീണ്ട ഒരു വിചാരണ പൂർത്തിയാക്കി ഇന്ന് കോടതി വിധി പറയാനായി എത്തുമ്പോൾ ഈ സാക്ഷികൾ തന്നെ പലരും കൂറുമാറിയ സാഹചര്യം, അങ്ങനെ നിർണായക ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയ ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഈ സാക്ഷിമൊഴികളും ഈ നിർണായക രേഖകളും തുണ്ടിമുതലുകളെല്ലാം ഈ ഒരു കേസിൽ കോടതിയുടെ പരിസരത്തു നിന്നും വിനയ കൂടി ചേരുന്നുണ്ട്. വിനയ, നമ്മൾ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. ഈ കേസിന്റെ ഒരു ഘടന എന്നുള്ള രീതിയിൽ ഇത്രയും വർഷം നീണ്ടുനിന്ന കേസ് ഏറ്റവും ഒടുവിൽ വിധിക്കായി കോടതിയിൽ എത്തുന്നു. കോടതിയുടെ പരിസരത്തു നിന്നും, അല്ലെങ്കിൽ കോടതിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ദിലീപ് ഇപ്പോൾ അഭിഭാഷകയുടെ വസതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയത്തിനകം തന്നെ ദിലീപ് കോടതിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടിയുടെ അഭിഭാഷക TB മിനി അടക്കം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള തെളിവുകളാണ് പ്രതികൾക്കെതിരെ ഉള്ളതെന്നാണ് അഡ്വക്കേറ്റ് മിനി അടക്കം വ്യക്തമാക്കിയ കാര്യം എന്ന് പറഞ്ഞത്. കൂടാതെ തന്നെ പ്രോസിക്യൂഷൻ അഭിഭാഷകരും ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. എന്തായാലും ഈ 11 മണിയോടുകൂടി തന്നെ കോടതി ചേരുകയും ഈ കോടതിയുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി നിരവധിയായിട്ടുള്ള കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങൾ വെച്ചുള്ള പ്രസ്താവന നടക്കും. അതിനുശേഷമായിരിക്കും ഈ വിധി പ്രസ്താവിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി പ്രസ്താവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാർ വരികയാണെങ്കിൽ മാത്രമേ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം നമ്മൾ ഏകദേശം 2017 കേസ് ആസ്പദമായ സംഭവം. ഇപ്പോൾ 2025 ഏകദേശം 8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിൽ ഇനി എന്തായിരിക്കും വിധി എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കേസിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ കോടതി പരിസരങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് അടക്കം തന്നെ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അഭിഭാഷകരടക്കം തന്നെ ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. നടി ആക്രമിച്ച കേസിലാണ് അന്തിമ വിധി ഇന്ന് വരിക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസ് 11 മണിക്കെടുക്കും. ഇന്ന് വിധി പറയുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 11 മണിയോടെ നടപടിക്രമങ്ങൾ ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെയും പ്രോസിക്യൂഷൻ സംവിധാനത്തിന്റെയും പൂർണ്ണമായ പിന്തുണ ഈ കേസിൽ പ്രോസിക്യൂഷൻ നടത്തുന്നതിനുണ്ടായിട്ടുണ്ട്. വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചും വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുമാണ് ഇതിൻ്റെ പ്രോസിക്യൂഷൻ പൂർത്തീകരിച്ചത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ വിധി കേൾക്കുന്നതിന് ആകാംക്ഷയുണ്ട്. താങ്ക് യു. ഓക്കെ. കോടതിയിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോരുത്തരായി എത്തി തുടങ്ങുകയാണ് കേസിൽ. അതിജീവിതയുടെ